കുട്ടികളെ, ഗ്രാമസ്ത്രീകൾ എന്ന പാഠഭാഗത്തെ പ്രധാന ചോദ്യോത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത്? ഉത്തരം: വലിയ സർവകലാശാലയിൽ പോയി ഔപചാരിക വിദ്യാഭ്യാസം നേടാതെ തന്നെ കർഷക സ്ത്രീകൾ കാർഷിക വൃത്തിയിൽ വലിയ പ്രാവീണ്യം നേടിയിരിക്കുന്നു. പ്രകൃതിയിൽ നിന്നും ജീവിതാനുഭവങ്ങളിൽ നിന്നും അവർ നേടിയെടുത്ത ഈ പ്രായോഗിക ജ്ഞാനത്തെയാണ് കവിയുടെ വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് പ്രകൃതി തന്നെയാണ് ഏറ്റവും വലിയ വിദ്യാലയം. പ്രഭാതത്തെ എങ്ങനെയെല്ലാമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്? ഉത്തരം: പ്രഭാതത്തിൽ ഉദിച്ചുയരുന്ന സൂര്യന്റെ പൊൻകിരണങ്ങൾ ഏറ്റുവാങ്ങി ആകാശം ചുവന്നു തുടുക്കുന്നു. വേലിപ്പടർപ്പിലെ പച്ചില ചാർത്തിലിരുന്ന് ഓലക്കിളികൾ മനോഹരമായി ചിലയ്ക്കുന്നു. നേരിയ മഞ്ഞുപോലെ പെയ്യുന്ന പൂമഴയിൽ പച്ചിലക്കൂട്ടങ്ങളും പാടങ്ങളും പാടങ്ങളും ചക്രവാളങ്ങളും ഒന്നുപോലെ കുളിർന്നു അറിയുന്നതായും കവി പ്രഭാതത്തെ വർണ്ണിക്കുന്നു. കർഷക സ്ത്രീകളെ ഗ്രാമസ്ത്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തെല്ലാം? ഉത്തരം: ഗ്രാമത്തിന്റെ യഥാർത്ഥ ഐശ്വര്യവും ദർഭയെ നിലനിർത്തുന്നത് കഠിനാധ്വാനികളായ കർഷക സ്ത്രീകളാണ്. യാതൊരുവിധ പ്രത്യേക പരിശീലനവും ഇല്ലാതെ അവർ ചെളി നിറഞ്ഞ വയലിലേക്ക് ഇറങ്ങി കഠിനമായി അധ്വാനിക്കുന്നു. തങ്ങളുടെ വിരൽത്തുമ്പുകൾ കൊണ്ട് മണ്ണിൽ ഞാറ് നട്ട് ഈ നാടിന് ആവശ്യമായ അന്നവും സമൃദ്ധിയും നെയ്ത് എടുക്കുന്നത് ഇവരാണ്. അതുകൊണ്ടാണ് കവി അവരെ ഗ്രാമസ്ത്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. സുന്ദരാലേഖ്യം ദി കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം: മഴയിലും മഞ്ഞിലും കുളിർന്നു നിൽക്കുന്ന പച്ചിലക്കൂട്ടങ്ങളും വിശാലമായ നെൽപ്പാടങ്ങളും കൊച്ചുപാടങ്ങളും വിദൂരമായ ചക്രവാളങ്ങളും ചേർന്ന കേരളത്തിന്റെ ഗ്രാമീണ ദൃശ്യം അതീവ മനോഹരമാണ്. പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ മനോഹരമായ കാഴ്ച ക്യാൻവാസിൽ വരച്ചു വെച്ച ഒരു സുന്ദരമായ ചിത്രം പോലെ അനുഭവപ്പെടുന്നതിനാലാണ് കവി അങ്ങനെ പറയുന്നത്.